ഹരി, പ്രതിഷേധം വലിയ രീതിയിലുള്ള പ്രതിഷേധം, ബാരിക്കേഡുകൾ തകർത്ത് പ്രവർത്തകർ മുന്നേറുന്നു. ഒപ്പം ജലപീരങ്കി അടക്കം പ്രയോഗിച്ച് പ്രതിരോധിക്കുകയാണ് പോലീസും. എന്താണ് നിലവിലെ അവസ്ഥ? പ്രതിഷേധം ഇപ്പോഴും കടുക്കുകയാണോ? പ്രതിഷേധത്തിന് ഒട്ടും അയവ് വന്നിട്ടില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിലെ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റേത്. നിയമസഭയ്ക്ക് മുന്നിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആ മാർച്ച് എത്തിയത്. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിന്റെ ആ പരിസരത്ത് വെച്ച് മാർച്ച് പോലീസ് തടയുകയും ചെയ്തു. ബാരിക്കേഡുകൾ വെച്ചാണ് തടഞ്ഞത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷമാണ് മാർച്ച് കൂടുതൽ ഒരു സംഘർഷ അന്തരീക്ഷത്തിലേക്ക് മാറിയത്. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. ചില പ്രവർത്തകർ ഒന്നിച്ചു ചേർന്ന് ഒരു ബാരിക്കേഡ് ഇളക്കി മാറ്റി പോലീസിന്റെ ഭാഗത്തേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഇതിനിടെ പോലീസിന് നേരെ കമ്പയറും കല്ലേറും ഉണ്ടായി. അതിന് പിന്നാലെ തന്നെ പോലീസ് ഒരു 4 തവണ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചിട്ടുണ്ട് ഇതുവരെ. അത് മാത്രമല്ല, പ്രതിഷേധം ഇതുവരെ കുറഞ്ഞിട്ടില്ല. മുദ്രാവാക്യ വിളികളുമായി ഈ ബാരിക്കേഡിന് മുൻവശത്ത് തന്നെ പ്രതിഷേധക്കാർ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. പോലീസുകാർ ബാരിക്കേഡിന് അപ്പുറത്താണ്. ഒരു ലാത്തിച്ചാർജ് അതുപോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല. പ്രവർത്തകരുടെ എണ്ണം ഏകദേശം ഒരു 150-150ഓളം പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. ഈ ജലപീരങ്കി പ്രയോഗിച്ച സമയത്ത് ഒരു 2 പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധക്കാർ ബാരിക്കേഡിന് പരിസരത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രതിഷേധിക്കുന്നത് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസും സമരത്തെ പ്രതിരോധിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ്